പിന്നെ രാത്രി പൃഥ്വിരാജിനൊരു കഥ പറയണമെന്ന് വിചാരിച്ചു. അതും രാജോസ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇത്തരം വിജയാഘോഷങ്ങളിൽ പങ്കെടുത്തതിന് നടക്കാണ് കുറച്ചു കാലമായി സിനിമ എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് നഷ്ടപ്പെടുന്നുണ്ട്. കള്ളൻ പേഴ്സും പൈസയും മൊബൈലും ഒക്കെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് തിരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അയ്യോ അത് അത്രയ്ക്ക് മോശമായിരുന്നു. ഇത് അവസാനം ഒരു KSRTC ബസ്സിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തി. ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഡോക്ടർ ഷെറിൻ. എന്ത് ലാഭം കിട്ടിയെന്ന് നോക്കിയിട്ടല്ല, ഈ കൂട്ടത്തിൽ ഏതോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ഇട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത്. വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല. ഈ സിനിമയിൽ അഭിനയിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ച ഒരാളാണ്. നമസ്കാരം. വലിയ സന്തോഷം അഭിനയിച്ചൊരു സിനിമയുടെ ഒരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. നേരത്തെ രാജീവ് പറഞ്ഞ കഥ ആദ്യമായിട്ട് ഞാൻ കേട്ടപ്പോൾ ശരിക്കും എനിക്ക് സംശയമാണ് തോന്നിയത്. കാരണം സച്ചി ഇങ്ങനെ വിളിച്ച് സ്ക്രിപ്റ്റ് കളഞ്ഞുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേവലാതിപ്പെട്ടു. പിന്നീട് സച്ചി കള്ളൻ പേഴ്സും പൈസയും മൊബൈലും ഒക്കെ കൊണ്ടുപോയി സ്ക്രിപ്റ്റ് തിരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അയ്യോ അത് അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടക്ടർ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ് സത്യത്തിൽ ഇന്നത്തെ വൈകുന്നേരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തെ ഇവിടെ ക്ഷണിക്കാൻ രാജീവ് കാണിച്ച മനസ്സിന് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്നലെ ദുബായില് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ ഒരു മാധ്യമം എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ വെച്ച് ഈ പുതിയ ഡയറക്ടേഴ്സ് മാത്രം സിനിമ എടുക്കുന്നത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുറെ നാളായിട്ട് ഞാൻ പുതിയ സംവിധായകരുടെ കൂടെ മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഭാഗ്യമാണ്. പുതിയ തിരക്കഥാകൃത്തുകൾ, പുതിയ സംവിധായകരുടെ ആദ്യത്തെ സിനിമ എന്നെ വെച്ച് ചെയ്യണമെന്നുള്ളൊരു ചിന്ത അവരിൽ വരുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇന്നിവിടെ വന്നിട്ടുള്ള വലിയ വലിയ സംവിധായകരെല്ലാം ഇതൊരു ഹിന്റായിട്ടെടുത്ത് ഇനി എന്നെ വെച്ച് സിനിമകൾ ചെയ്യാൻ തയ്യാറാവുക. ഇന്ന് ലാലേട്ടൻ രാജോസ് എന്നോടൊരു കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ്. എനിക്ക് ഞാൻ 10-90 സിനിമകൾ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ കരിയറിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഷൂട്ടിംഗ് അനുഭവം സമ്മാനിച്ച സിനിമ കൂടിയാണ് അനാർക്കലി. ആദ്യം സച്ചിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചേർത്തലയ്ക്ക് അപ്പുറത്ത് പോയിട്ട് ലക്ഷദ്വീപ് ചീറ്റ് ചെയ്യോ? കാരണം ഞാൻ ഒരിക്കൽ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്, പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് അവിടുത്തെ ഒരു ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയാമായിരുന്നു. അപ്പൊ ഒരു 100-120 പേരടങ്ങുന്ന ഒരു ഷൂട്ടിംഗ് ടീമിനെ ലക്ഷദ്വീപിൽ കൊണ്ടുപോയി അവിടെ ഒരു 10-50 ദിവസം ഷൂട്ട് ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുന്നതിന്റെ പിന്നിലെ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഞാനത് ഒരിക്കലും സത്യത്തിൽ വിചാരിച്ചില്ല ഇത് ആക്ച്വലി ലക്ഷദ്വീപിൽ പോയി ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇതിന്റെ പ്രൊഡ്യൂസർ രാജീവ് നായർക്കും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ റോഷൻ ചിറ്റൂറിനുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ തിരക്കഥ എഴുതാൻ പോയ സമയത്ത് സച്ചി ഉണ്ടാക്കിയ കോൺടാക്ട്സ്. ഈ സമയത്ത് ശരിക്കും നന്ദി പറയേണ്ടത് അനാർക്കലി എന്ന സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന എനിക്ക് നന്ദി പറയേണ്ടത് ഒരു 500ഓളം വരുന്ന ലക്ഷദ്വീപിലെ നമ്മുടെ സുഹൃത്തുക്കളോടാണ്. അത് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനൊന്നും ഒരുപാട് പറയാനുണ്ട്. അതിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരൊക്കെയാണ്? എല്ലാവരും ഉണ്ട്. തമിഴ്സൊക്കെ ഉണ്ട്. ഹലോ. ഇവരാണ് ശരിക്കും സിനിമ നടക്കാൻ കാര്യം. ആ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ഓരോ ഷൂട്ടിംഗ് ഉണ്ടാകുന്ന ഓരോ ക്രൈസിസുകൾക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തന്ന ഇവരാണ്. അപ്പോൾ കവരത്തിയിലെ 13,000ഓളം വരുന്ന കവരത്തി നിവാസികളോടാണ് മറ്റൊരു നന്ദി പറയാനുള്ളത്. വലിയ സന്തോഷം. ഇനി ഇതുപോലെ ഒരുപാട് വിജയാഘോഷങ്ങളിൽ പങ്കുചേരാൻ ഭാഗ്യമുണ്ടാകട്ടെ നിങ്ങൾക്കും എനിക്കും. താങ്ക് യു. ഈ സിനിമയിൽ അഭിനയിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ച ഒരാളാണ്. എന്നെ ഓടിച്ചിട്ട് പിടിച്ച് സച്ചി അഭിനയിപ്പിച്ചതാണ്. ഞാൻ ഒരു ചെറിയ വേഷമാണ്, അതുകൊണ്ട് ഞാൻ വേണോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചിട്ട് ഒടുവിൽ സച്ചിയുടെ സ്നേഹവും സമ്മർദ്ദവും കൊണ്ട് അതിന് വഴങ്ങി അഭിനയിച്ചതാണ്.
എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു വേഷമായി ഞാനിതിനെ കാണുന്നു. ഞാൻ ശശിയോട് നന്ദി പറയുന്നു, രാജീവിനോട് നന്ദി പറയുന്നു. ഈ സിനിമയിൽ അണിചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഇത്തരം വിജയാഘോഷങ്ങളിൽ പങ്കെടുത്തതിന് നടക്കണം. കുറച്ചു കാലമായി സിനിമ ചെയ്തിട്ട് ഇവിടെ വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഒരു എനർജി കിട്ടും. സിനിമകൾ ഓടുന്നുണ്ട്, വിജയിക്കുന്ന സിനിമകളുടെ പരിസരത്തൊക്കെ നിന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് വേണം ഇനി ഒരു സിനിമ ചെയ്യാൻ. ഇതിന്റെ നിർമ്മാതാവ് രാജീവ് എൻ്റെ അനിയന്റെ ക്ലാസ്മേറ്റ് ആണ് പോളിടെക്നിക്. രാജീവ് സിനിമയുടെ പരിസരത്തേക്ക് ആദ്യം വരുന്നത് എൻ്റെ സെറ്റുകളിലും ഞാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ഇതുവരെ രാജീവിനെ കൊണ്ടൊരു പാട്ട് എഴുതിച്ചിട്ടില്ല. അതിൻ്റെ ഒരു മധുര പ്രതികാരം ഇപ്പോൾ അവിടെ നടന്നത്. അവൻ നിർമ്മിച്ച സിനിമയുടെ ഷെയ്ഡിൽ ഞാനാണ് കൊടുത്തത്. അധികം വൈകാതെ എനിക്ക് ഇനി സിനിമ ഉണ്ടാവുകയാണെങ്കിൽ രാജീവിനെ കൊണ്ട് എന്തായാലും എഴുതിക്കും. അനാർക്കലി എന്നുള്ളൊരു ഫിലിം ഒരുപാട് സങ്കീർണതകളിലൂടെ അൺസർട്ടനിറ്റീസിലൂടെ കടന്നുപോയിട്ടുള്ള സിനിമ. എന്ത് ലാഭം കിട്ടിയെന്ന് നോക്കിയിട്ടല്ല, വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളില്ലാതെ ഞാൻ പുറത്തിറങ്ങി. ഇതിൻ്റെ ടീം ഓഫ് അനാർക്കലിയിലെ ഓരോരുത്തരും കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അത് അവരുടെ ശമ്പളത്തെക്കാൾ ഉപരിയാണ്, ഒരു ഹൃദയമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനാണ് ഈ ഫംഗ്ഷൻ. ഈ സിനിമയുടെ കാരണക്കാരനായിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ട്, സച്ചി. ഈ പടം എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ബാഗ് നഷ്ടപ്പെടുന്നുണ്ടായി. അത് ETP ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അപ്പൊ ഞാൻ സച്ചിയോട് ചോദിച്ചു രണ്ടാമത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത് സച്ചി എന്ന് പറഞ്ഞത് രണ്ടാമത് എഴുതാൻ പറ്റില്ല, എന്തൊക്കെ എഴുതി പോയി, അത് നഷ്ടപ്പെട്ടു, കിട്ടുകയാണെങ്കിൽ സിനിമ ചെയ്യാണെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് അവസാനം ഒരു KSRTC ബസ്സിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും ഒരു കണ്ടക്ടർ അത് നമ്മളെ വളരെ പ്രോംപ്റ്റ് ആയിട്ട് വിളിച്ച് ഡോക്ടർ രചിതൻ, ഔഷധിയിലുള്ള ഡോക്ടർ രചിതൻ, കാരണം ഈ സ്ക്രിപ്റ്റിന്റെ കുറിപ്പിൽ സച്ചി ഔഷധി കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇയാളെ വിളിച്ച് അറിയിക്കും. അങ്ങനെ സ്ക്രിപ്റ്റ് തിരിച്ചു വിട്ടും ചെയ്തു. ആ കണ്ടക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, മിസ്റ്റർ പ്രദീപ് കുമാർ. അദ്ദേഹം തിരുവനന്തപുരത്തുള്ള കണ്ടക്ടർ. ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാനും ഇദ്ദേഹത്തെ കാണുന്നത്, ഫോണിൽ വിളിച്ചുള്ള പരിചയമുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മൊമെന്റ് കൊടുത്ത് ഞാൻ ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നു. രാജീവ് നായർ എന്ന് പറയുന്ന ഈ ചിത്രത്തിന് നിർമ്മാതാവ് ആഴക്കടലിൽ ഇറങ്ങി ജോലി ചെയ്ത് പരിചയമാണ്. രാജീവിൻ്റെ കണ്ണുകളുടെ ഒരു ഷാർപ്നെസ് ഒട്ടും അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കൂട്ടത്തിൽ ഏതോ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വിജയത്തിലേക്ക് നീളുന്ന രാജീവിൻ്റെ കണ്ണുകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. ഞാനും ഈ പറഞ്ഞതുപോലെ അപൂർവമായിട്ട് ഇത്തരം വിജയാഘോഷങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടക്കുകയാണ്. ലാൽ ജോസിനെ പോലെ അല്ല, ലാൽ ജോസ് വിജയ ചിത്രങ്ങളുടെ ഇടവേളകളിലാണ് ഇത് ചെയ്യുന്നത്. എനിക്കങ്ങനെ വിജയ ചിത്രങ്ങളൊന്നുമില്ല. പിന്നെ രാത്രി പൃഥ്വിരാജിനൊരു കഥ പറയണമെന്ന് വിചാരിച്ചു, അതും ലാൽ ജോസ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നിരാശയുടെ ഒരു സായാഹ്നമാണ്. ഒരുപാട് പേരുടെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതിലെ ഡോക്ടർ ഷെറിൻ. അതെനിക്ക് തന്നതിന് സച്ചിയേട്ടനും രാജുവേട്ടൻ, രാജുചേട്ടൻ, എല്ലാവർക്കും ഈ ടീമിലെ അനാർക്കലി ടീമിലെ എല്ലാവരും എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും ഈ അനാർക്കലി ടീമിലെ എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തിടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കള് എന്നോട് പറയാം, നിനക്ക് ഒരുപാട് ഈ പക്വത വന്നു, അല്ലെങ്കിൽ ക്ഷമ വന്നു, അല്ലെങ്കിൽ തിന്റെ മുഖത്ത് കുറെ തിരിയോ വെളിയുകയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഒറ്റ കാര്യമുള്ളൂ, സംവിധാനം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്താൽ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പക്വതയാണത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് എങ്ങനെയാണ് ഇതിന്റെ ഒപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞത് എനിക്കറിയില്ല. കാരണം അത്രയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഈ പടം ഉണ്ടായത്, അത് സാധ്യമായത്. അതിന് ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ ഒരു സായാഹ്നത്തിന് നമ്മളുടെ ഈ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ ആശീർവദിക്കാൻ ആഗ്രഹിക്കാൻ എല്ലാവരോടും തന്നെ നന്ദി. വന്നിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും വായിച്ച് കേൾപ്പിച്ചു. കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഗംഭീര സബ്ജക്റ്റ്,
പക്ഷെ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഒരു സംശയം. കാരണം എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ, ലൊക്കേഷൻസ് ആണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾ പിടിച്ച സ്ഥലങ്ങൾ, പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇലക്ട്രിസിറ്റി ആണെങ്കിലും മ്യൂസിക് സൈഡ് ആണെങ്കിൽ അത് എല്ലാ സിറ്റുവേഷൻസും എങ്ങനെ ഏത് തരത്തിലുള്ള മ്യൂസിക് തീരുമാനിക്കുമെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഏരിയ. അഭിനേതാക്കളുടെ കാര്യത്തിൽ, ആർട്ടിന്റെ കാര്യത്തിൽ, ക്യാമറയുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുള്ള ഒരു സബ്ജക്ട്. ഞാൻ ചോദിച്ചു, സച്ചിക്ക് തുടങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ആദ്യമായിട്ട് ചെയ്യുന്ന സച്ചിക്ക്. അല്ല അതേട്ടാ മിക്കവാറും പറഞ്ഞൊക്കെ ചെയ്യുള്ളൂ, ഇതുകൊണ്ട് ചിലപ്പോൾ പരിപാടി നിർത്തി പോകേണ്ടി വരും. ചെയ്യുന്നത് ഗംഭീരമായിട്ട് ചെയ്യണം. അത്ഭുതകരമായിട്ട് തന്നെയാണ് തോന്നിയത് പടം വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. ഇത് ഒരുപാട് പേരുടെ ഇവരുടെയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്കിന്റെ റിസൾട്ടാണ് പടത്തിൽ കണ്ടത്. ഒരു മനോഹരമായിട്ടുള്ള സിനിമ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു. The first thing which I would appreciate is the cameraman. Where is the camera? Please give a big round of applause to the cameraman. I think he did an excellent job. Rajiv is more like a brother. Aniyanu പോലെയാണ്. ആദ്യത്തെ പടം ഞങ്ങൾ ചെയ്തത് ഗംഭീരമായ ഒരു വിജയം സാധിച്ചു. അതുപോലെ തന്നെ this is our second venture, his second venture. And this film also has succeeded. I wish the whole team all the very best and many more successes to follow, in not for this team alone but for the Malayalam industry in total. I would like to see lot of hits this year and God bless. Thank you. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വിദ്യാജി ഈണം നൽകിയ ഓർമ്മയിലെ പാട്ട്. അദ്ദേഹം മിസ്റ്റർ വിദ്യാജി എനിക്ക് വേണ്ടി കുറേ സിനിമകളിൽ പാട്ടുകൾ ചെയ്തു, എല്ലാം സൂപ്പർ ഹിറ്റ്സ് ആയിരുന്നു. രാജു അടക്കം പൃഥ്വിരാജ് അടക്കമുള്ള അവരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമയുടെ ഒരു കംപ്ലീഷനും അല്ലെങ്കിൽ സക്സസും. ഈ ഒരു ഉദാഹരണം മാത്രമാണ് മലയാളത്തിൽ. എന്തായാലും എല്ലാം നല്ലതും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.